അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവചനം നടത്തിയിരുന്നു. അത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള പിന്തുണയോടെ ഗദ്ഗദ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മരുഭൂമി വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്നതായി ലക്ഷലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവഴിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ചെടിയായി തോന്നാം. എന്നാൽ ഇത് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ ഭയപ്പെടുത്തുന്ന ഒരു അപവാദമായി എഴുതി പറഞ്ഞിട്ടുള്ള മരമാണിത്. പുരാതന പ്രവചനങ്ങളും ആധുനിക സംഭവങ്ങളും കൃത്യതയോടെ ഒത്തുപോകുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇതൊരു യാദൃശികത മാത്രമാണോ, അതോ വിധിനിർണയ നാളിനു മുമ്പുള്ള വലിയൊരു കാര്യത്തിനായുള്ള നിശബ്ദമായ ഒരുക്കമാണോ? ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. മുള്ളുകളും തിങ്ങിയ ശാഖകളുമുള്ള മരുഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാട്ടുചെടിയാണ് ഗദ്ഗദ്. കഠിനവും വരണ്ടതുമായ അന്തരീക്ഷത്തെ അതിജീവിക്കാൻ ഇതിന് കഴിവുണ്ട്. ഇംഗ്ലീഷിൽ ഈ മരം ബോക്സ്റ്റോൺ എന്ന് വിളിക്കപ്പെടുന്നു. വൈദ്യശാസ്ത്രത്തിൽ ഇത് ലൈസിയം എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായി ഈ മരം 4 മുതൽ 5 അടി വരെ ഉയരത്തിൽ വളരുന്നു. എന്നിരുന്നാലും ഇസ്രായേലിലെയും ആഫ്രിക്കയിലെയും ചില പ്രദേശങ്ങളിൽ ഗദ്ഗദ് മരങ്ങൾ കൂടുതൽ ഉയരത്തിലും തിങ്ങി നിറഞ്ഞും വളരാറുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റയ്ക്ക് ശേഷമാണ് ഗദ്ഗദ് മരത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. മദീനയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് പണിയുമ്പോൾ സ്വഹാബിയായ ഹസ്രത്ത് അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ കബറടക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ബഖീ ഉൽ ഗദ്ഗദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്നു മുതൽ ഈ പേര് പ്രസിദ്ധമായി. ബഖീ എന്നത് മരങ്ങൾ വെട്ടിമാറ്റിയാലും വേരുകൾ അവശേഷിക്കുന്ന ഭൂമിയെ സൂചിപ്പിക്കുന്നു. ആ പ്രത്യേക പ്രദേശത്ത് ഗദ്ഗദ് മരങ്ങളുടെ തിങ്ങിയ കുറ്റിക്കാടുകളും വേരുകളും ഉണ്ടായിരുന്നു. ഇക്കാരണത്താലാണ് ആ സ്ഥലത്തെ ബഖീ ഉൽ ഗദ്ഗദ് എന്ന് വിളിച്ചിരുന്നത്. പിന്നീട് ഈ സ്ഥലം മുസ്ലിമീങ്ങളുടെ കബറിടമായി പ്രഖ്യാപിക്കുകയും വലിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലമായി മാറുകയും ചെയ്തു. പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിമാരായ ഹസ്രത്ത് റുക്കിയ റളിയല്ലാഹു അൻഹ, ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, മകൻ ഹസ്രത്ത് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, കൂടാതെ നിരവധി സ്വഹാബികൾ ഉൾപ്പെടെ പല പ്രമുഖരും ഈ ഖബർസ്ഥാനിൽ കബറടക്കപ്പെട്ടു. കാലക്രമേണ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സാക്ഷിയായി ഈ സ്ഥലം മാറി. ഖൈബർ യുദ്ധവേളയിൽ ജൂതന്മാർ അവിടെയും ഗദ്ഗദ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. യുദ്ധവിജയത്തിനു ശേഷം ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ പ്രവാചകൻ ഉത്തരവിടുകയുണ്ടായി. പിന്നീട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജൂതന്മാരെ അറേബ്യൻ ഉപദ്വീപുകളിൽ നിന്ന് പുറത്താക്കുകയും ഇറാഖിലും സിറിയയിലും പുനരധിവസിപ്പിക്കുകയും ചെയ്തു. ഖൈബറിലെ അവരുടെ ഭൂമിക്ക് പകരമായി അവർക്ക് അവിടെ വലിയ ഭൂമി നൽകി. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തോടെ അറേബ്യൻ മേഖലയിൽ നിന്ന് ഗദ്ഗദ് മരം ഏതാണ്ട് അപ്രത്യക്ഷമായിരുന്നു. എന്നിരുന്നാലും പിന്നീട് വന്ന ഖലീഫമാർ ജൂതന്മാരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലങ്ങളിൽ ഗദ്ഗദ് മരങ്ങൾ കൃഷി ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഗദ്ഗദ് മരം പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്തത്. മരം നടുന്നത് പുണ്യകർമ്മമാണെന്ന് ഖുർആനും ഹദീസും വിവരിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ഗദ്ഗദ് മരം വെട്ടിമാറ്റാൻ പ്രത്യേകം ഉത്തരവിട്ടത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസ് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദൂതൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു മരം നടുകയോ കൃഷി ചെയ്യുകയോ ചെയ്താൽ അതിൽ നിന്ന് മനുഷ്യരോ പക്ഷികളോ മൃഗങ്ങളോ പ്രയോജനം നേടിയാൽ അത് ആ വ്യക്തിക്ക് ഒരു ദാനമായി കണക്കാക്കപ്പെടുമെന്ന്. ഇസ്ലാം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും സൃഷ്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനും എത്രത്തോളം വില കൽപ്പിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. കൂടാതെ യുദ്ധസമയത്ത് പോലും ന്യായമായ കാരണമില്ലാതെ മരങ്ങൾ, വിളകൾ അല്ലെങ്കിൽ സിവിലിയൻ സ്വത്തുക്കൾ എന്നിവ നഷ്ടപ്പെടുത്തരുതെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈനികർക്ക് കർശനമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാധാനത്തിലും സംഘർഷത്തിലും പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇസ്ലാം ഊന്നൽ നൽകുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ മരം നടുന്നത് ഇത്രയും പ്രതിഫലാർഹമായ പ്രവൃത്തിയായിട്ടും എന്തുകൊണ്ടാണ് പ്രവാചകൻ ഗദ്ഗദ് മരം വെട്ടിമാറ്റാൻ ഉത്തരവിടുകയും അതിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു എന്ന ചോദ്യം ഇവിടെ കൂടുതൽ പ്രസക്തമാകുന്നു. യഥാർത്ഥത്തിൽ ഗദ്ഗദ് മരം ജൂതന്മാരുടെ അഭയമരമായാണ് കണക്കാക്കപ്പെടുന്നത്. വിധിനിർണയ നാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അതിൻ്റെ പ്രത്യേക പങ്കിനെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശിക്കുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ജൂതന്മാർ കല്ലുകൾക്കോ മരങ്ങൾക്കോ പിന്നിൽ ഒളിച്ചാൽ പോലും ആ കല്ലുകളോ മരങ്ങളോ പറയും,
ഓ മുസ്ലിം, ഓ അള്ളാഹുവിൻ്റെ അടിമയെ, എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, വന്നവനെ കൊല്ലുക. എന്നാൽ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേയൊരു ഒഴിവാക്കൽ ഗദ്ഗദ് മരമാണ്. അത് ജൂതന്മാരുടെ മരമാണെന്നും അവർക്കെതിരെ സംസാരിക്കില്ലെന്നും വിവരിക്കപ്പെടുന്നു. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി പല പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും ഗദ്ഗദ് മരത്തെ ജൂതന്മാരുടെ മരം, അള്ളിപ്പിടിക്കുന്ന മരം, കൂടാതെ ദജ്ജാലിൻ്റെ കൂട്ടാളി എന്നുപോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ, ഈ മരത്തെ പൈശാചിക ശക്തികളുമായി ബന്ധമുള്ളതായി വിവരിച്ചിട്ടുണ്ട്. സ്വന്തം വേദഗ്രന്ഥങ്ങളെക്കാൾ ഖുർആനിലും ഹദീസിലുമുള്ള പ്രവചനങ്ങളിൽ ജൂതന്മാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലൂടെ ഭാവിയിലെ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യാനും അവരുടെ പുരോഗതിക്കുള്ള വഴികൾ കണ്ടെത്താനും മുസ്ലിമീങ്ങൾക്കിടയിലെ ബലഹീനതകൾ തിരിച്ചറിയാനും അവർക്ക് കഴിഞ്ഞു. ഇക്കാരണത്താൽ പല ജൂതന്മാരും ഇപ്പോൾ ഗദ്ഗദ് മരത്തെ തങ്ങളുടെ സംരക്ഷണത്തിനായി കാണുകയും അത് തങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വിധിനിർണയ നാളിന് മുമ്പ് നടക്കുന്ന വലിയ യുദ്ധങ്ങളിൽ ഗദ്ഗദ് മരം തങ്ങൾക്ക് സഹായകമായ പങ്ക് വഹിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത നാവിലൂടെ വന്ന ഓരോ വാക്കിലും അവർ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനകളിലൊന്ന് ഇന്ന് ഇസ്രായേൽ സർക്കാരും ജൂത സമൂഹവും സജീവമായി ഗദ്ഗദ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. ഏകദേശം 40 വർഷമായി ജൂതന്മാർ ഇസ്രായേലിൽ ഗദ്ഗദ് മരം കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം 2010 രാജ്യത്തുടനീളം 240 ദശലക്ഷത്തോളം ഗദ്ഗദ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, ഇസ്രായേലിലെ സജീവമായ റെയിൽവേ പാതകളിൽ ട്രാക്കുകൾക്ക് ഇരുവശവും ഏകദേശം 30 മുതൽ 40 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഗദ്ഗദ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ജൂത കുടുംബങ്ങളുടെ വീടുകൾക്ക് ചുറ്റും, പാർക്കുകളിലും ഇസ്രായേൽ ഉടനീളമുള്ള കെട്ടിടങ്ങൾക്ക് ചുറ്റും ഗദ്ഗദ് മരങ്ങൾ കാണാം. ഫലസ്തീൻ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഗദ്ഗദ് മരം കൃഷി ചെയ്യുന്നതിലൂടെ ജൂതന്മാർ പരോക്ഷമായി പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ സത്യത്തെ ശരിവെക്കുകയാണ്. ഖൈബറിലെ തോൽവിക്ക് ശേഷം അവർ ഒരു രാഷ്ട്രമോ ശക്തമോ സൈന്യമോ അല്ലാതെ ദീർഘകാലം കഴിഞ്ഞു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ അവർ ഫലസ്തീൻ കൈവശപ്പെടുത്തുകയും ആദ്യമായി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ പ്രദേശത്ത് ഈ മരങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് ദജ്ജാലിൻ്റെ അന്ത്യം ബൈത്തുൽ മുഖദ്ദിസിൽ വെച്ച് നടക്കും. വിധിനിർണയ നാളിനോടടുത്ത് ജെറുസലേം യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറും. അതിനാൽ ഈ പ്രദേശത്ത് ഗദ്ഗദ് മരം പ്രത്യേകിച്ച് ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ജൂതന്മാർക്ക് ഇന്ന് ലോകമെമ്പാടും ഗദ്ഗദ് മരത്തെ ജനകീയമാക്കാൻ ശ്രമിക്കുകയും വിവിധ ക്യാമ്പയിനുകളിലൂടെ അത് സജീവമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രചരണത്തിൻ്റെ ഉദാഹരണമായി ചില ടീഷർട്ടുകളിൽ ഒരു ഗദ്ഗദ് മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയും ചിത്രീകരിക്കുന്നു. ജൂതന്മാർ എന്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഗദ്ഗദ് മരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന സിദ്ധാന്തത്തെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലെ ഉള്ളടക്കവുമായി അവർ എത്രമാത്രം പരിചിതരാണെന്നും ഇത് പ്രതിഫലിപ്പിക്കുന്നു. ജൂത നാഷണൽ ഫണ്ട് USA എന്നറിയപ്പെടുന്ന ഒരു ഫണ്ടിനെക്കുറിച്ചും പരാമർശമുണ്ട്. ഈ ഫണ്ടിലൂടെ ശേഖരിക്കുന്ന പണം മുഴുവൻ ഗദ്ഗദ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ചെലവഴിക്കുന്നത്. ലോകമെമ്പാടു നിന്നും സംഭാവനകൾ ശേഖരിക്കുകയും ആ പണം ഇസ്രായേൽ ഗദ്ഗദ് മരങ്ങൾ നടാൻ പ്രത്യേകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. 1999 ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഒരു ഗദ്ഗദ് മരം നടുകയും അത് കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പരസ്യമായി ഊന്നിപ്പറയുകയും ചെയ്തു. ഇന്നത്തെ യഥാർത്ഥത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനത്തെ പ്രവാചകനായി വിശ്വസിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവചനങ്ങളിലും അവർ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് കാണാം. ഇത് മുസ്ലിമീങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമൊരുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മത്തായിരുന്നിട്ടും നാം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ പിന്തുടരുന്നുണ്ടോ, അതോ നമ്മുടെ സ്നേഹവാദം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും തിരുത്തുന്നതോടൊപ്പം സമകാലിക വിഷയങ്ങളിൽ നാം ജാഗ്രത പാലിക്കണം. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ജൂതന്മാരുടെ ഗൂഢാലോചനകളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുകയും ജൂതന്മാരുടെയും ദജ്ജാലിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ മതത്തെയും വിശ്വാസത്തെയും കാത്തു സംരക്ഷിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.